ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രതിപക്ഷം വിമർശിക്കുന്ന മറ്റ് പല കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഇപ്പോൾ ഈ ഭീകരരെവിടെ എന്ന ചോദ്യം ഉന്നയിക്കുകയാണ്. 26 പേരെ കൊലപ്പെടുത്തിയ ഭീകരരെവിടെ? അതിൽ ഉത്തരമില്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം. ഇനി മറ്റൊന്ന്, ഈ മതം പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ചെയ്തു എന്ന് ഏറ്റവും ഹീനമായ കാര്യം നമ്മൾ അവരെ വിമർശിക്കുമ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ് എന്നുള്ളത് ഏറ്റവും ഗുരുതരമായ കാര്യങ്ങളല്ലേ ശ്രീജിത്ത് പണിക്കർ? ഇപ്പോൾ സോഫിയ ഖുറേഷി എന്ന ഉദ്യോഗസ്ഥ, അവരെത്ര കേപ്പബിളായ ഉദ്യോഗസ്ഥയാണ്. അവരെക്കുറിച്ച് BJPയുടെ മന്ത്രി പറയുന്ന വാക്കുകൾ, അതുപോലെ തന്നെ വിക്രം മിശ്രയ്ക്കെതിരെ ഉണ്ടായ, അദ്ദേഹത്തിനെതിരെ ഉണ്ടായ വിദ്വേഷ പ്രചാരണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളത്, അത് എത്രത്തോളം ഹീനമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമല്ലേ ശ്രീജിത്ത് പണിക്കർ? നിശ്ചയമായും നോക്കൂ, ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ടെററിസ്റ്റുകൾ എവിടെ എന്നുള്ള ചോദ്യം ജസ്റ്റിഫൈഡ് ആണ്. സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ജസ്റ്റിഫൈഡ് ആണ്. കാരണം അതെല്ലാം തന്നെ നമുക്ക് ആത്യന്തികമായി നമ്മൾ അങ്ങോട്ട് എത്തേണ്ടതാണ്. അവരെയൊക്കെ തന്നെ നമ്മൾ പിടിക്കേണ്ടതാണ്. എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അത് ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അതിലൊന്നും ഒരു സംശയവുമില്ല. പിന്നെ സോഫിയ ഖുറേഷി ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ മുഖമായി നിന്ന, ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ മുഖമായി നിന്നിരുന്ന ഒരു വനിതാ ഉദ്യോഗസ്ഥയെ വളരെ മോശമായ രീതിയിലത്തേക്ക് സംസാരിച്ചിരിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ട്രോളുകളല്ല, ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ ഒരു മന്ത്രിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മന്ത്രിക്കെതിരെ കേസ് എടുക്കുന്നത് കോടതി പറഞ്ഞിട്ട് വേണോ? അല്ല, അങ്ങനെ ആയിരിക്കരുത്. അയാളോട് ഒരുപക്ഷെ അയാളുടെ പ്രാഥമികമായിട്ടുള്ള MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുന്നതിനും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിനും ഒക്കെയുള്ള നടപടിയും അതിനോടൊപ്പം തന്നെ ലീഗലായിട്ടുള്ള പ്രൊസീഡിങ്സും ഒക്കെ എടുക്കുന്നതിന് വേണ്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് അങ്ങനെ നിർദ്ദേശങ്ങൾ കോടതി പറയുന്നതിന് മുമ്പ് തന്നെ എടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ എടുക്കേണ്ടതുമായിരുന്നു. പക്ഷെ അങ്ങനെ എടുക്കുമെന്ന് കരുതുന്നുണ്ടോ അഡ്വക്കേറ്റ് അനിൽ ബോസ്? അല്ല, ഇനിയിപ്പോ അതിന് സ്കോപ്പില്ല. ഞാൻ അനിൽ ബോസിനോട് ചോദിക്കുകയാണ്, ഒരു നടപടി, പാർട്ടി തലത്തിൽ ഒരു നടപടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒരു രീതിയിലും ഉണ്ടാകത്തില്ലല്ലോ. ഒരു സംഭവമല്ലല്ലോ. എറണാകുളത്ത് മരിച്ച നമ്മുടെ മലയാളിയായിട്ടുള്ള സഹോദരൻ്റെ മകൾ, ആ സമയത്ത് അവരുള്ള കാര്യം, അവരെ രക്ഷിച്ച 2 മുസ്ലിം സഹോദരന്മാരുടെ പേര് പറഞ്ഞതിൻ്റെ പേരിൽ അവരെ എത്ര നികൃഷ്ടമായിട്ടാണ് വേട്ടയാടിയത്. ഇപ്പം തന്നെ ഇവിടെ പ്രതിപാദിച്ച വിക്രം മിശ്രയുടെ കുടുംബത്തെ, മകളെ എങ്ങനെയാണ് വേട്ടയാടിയത്? ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആ നിലയിൽ ജാതീയമായി മതപരമായി ആളുകളെ തെരഞ്ഞെടുപ്പിച്ച് ആക്രമിക്കുന്ന, സത്യസന്ധമായി ദേശീയധാരയിൽ നിന്ന് വർത്തമാനം പറയുന്ന, നിങ്ങൾ മിണ്ടായിരിക്കും. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടിയില്ല. എന്താണെന്നറിയാമോ ഞാൻ മിണ്ടാഞ്ഞത്? ശ്രീ പത്മനാഭൻ, താങ്കൾ തലയ്ക്ക് വെളിവില്ലാത്തവരാണ് കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞിട്ട് മിണ്ടാത്തത് എന്താണെന്ന് അറിയാമോ? തനിക്ക് തലയ്ക്ക് വെളിവില്ലാന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പത്മനാഭന് തലയ്ക്ക് വെളിവില്ലാന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ മിണ്ടായിരുന്നത്. അതുകൊണ്ട് താങ്കൾ ഇപ്പോൾ കയറി ഇങ്ങോട്ട് കൊട്ടാൻ വരില്ലേ? ശ്രീ പത്മനാഭൻ പറഞ്ഞപ്പോൾ താങ്കൾ ഒരു വിവരക്കേടാണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ആ സന്ദർഭത്തിൽ മറുപടി പറയാതിരുന്നത്. തലയ്ക്ക് വെളിവില്ലാത്ത ആളായതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കാത്തത്. വെളിവില്ലാത്തവരുടെ നേതാവാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് ബോധ്യപ്പെടുകയാണ്. വെളിവുള്ളവന്മാരിരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം ഒളിച്ചോടുന്നതിന്റെ കാരണം എന്താണ്? ശ്രീ പത്മനാഭൻ, തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് എന്നെക്കൊണ്ട് താങ്കളാണ് പറയിച്ചത്. മനസ്സിലായില്ലേ? ഇന്ത്യയിലെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ ആ യോഗത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ തലയ്ക്ക് വെളിവുണ്ടാകണം. ആ വെളിവില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കാത്തത്. ഇവിടെ താങ്കൾ ബഹളം വെച്ചപ്പോൾ താങ്കളുടെ ചർച്ചയിൽ ഞാൻ ഇടപെടാതിരുന്നത് താങ്കൾക്ക് വെളിവില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? സംഘപരിവാറുകാരിൽ നിന്നും ഇന്ത്യൻ ജനത ഒരു നന്മയും പ്രതീക്ഷിക്കുന്നില്ല എന്ന്.